എന്താ പാതിരാത്രി ബാഗ് പാക്ക് ചെയ്ത് എങ്ങോട്ട്? എന്റെ വല്യമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വിളിച്ചു. എനിക്ക് അർജന്റായിട്ട് പോകണം. ഞാൻ കിളവി ചത്തിട്ട് 3 കൊല്ലമായില്ലേ. ഇത് വീടിന്റെ അടുത്തുള്ള വേറൊരു വല്യമ്മച്ചി. ആ വല്യമ്മച്ചിയുടെ കുഴിയിലിട്ട് മൂടാനായിരിക്കും ഈ ജേഴ്സിയും കൂടെ പോകുന്ന എടുത്തോണ്ട് പോണല്ലേ. എടാ നാണം ഉണ്ടോടാ നാറി. നാളെ അർജന്റീന ജയിക്കുമെന്ന് പറഞ്ഞാടാ നീ രാഖി രാമായണ ബാഗ് പാക്ക് ചെയ്ത് മുങ്ങണത്. കള്ള പറങ്ങി ആളെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. തേങ്ങ. എടാ പ്രീ ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഇരുമെയ്യും ഒരു മനസ്സുമായിട്ടാണ് കഴിഞ്ഞത്. കാര്യം നാട്ടുകാർ നമ്മളെ ബ്രാച്ചുവൽ ഫാൻസ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഒന്നായിരുന്നില്ല. ആ എന്നെ ബ്രസീൽ ഫാനായി എന്നെ നീ തേച്ചാൻ നോക്കി. എടാ നിനക്കത് പറയാം. നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ആ സ്പെയിനാണ് ഞങ്ങളെ തോപ്പിച്ചത്. ഇനി ഞാൻ ഫൈനലിൽ പോയിട്ട് അവന്മാരെ സപ്പോർട്ട് ചെയ്യണം. എന്തൊരു ഗതികേടാ. എടാ ശത്രുവിന്റെ ശത്രു മിത്രം. സ്പെയിൻ എങ്കിൽ സ്പെയിൻ, എസ്പാനോ. നീ ഒരു ഒറ്റ ഫിലോസഫി പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഇത്രയും നാളും ആ ക്യാപ്പ് വെറുതെ തൊട്ട് ഇംഗ്ലണ്ട് വരെ സപ്പോർട്ട് ചെയ്യിച്ചു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണോ അവര് പൊട്ടും. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിരാശനാവല്ലേ. എടാ ഇനിയിപ്പോ എങ്ങാനും അവർ ജയിക്കുകയാണെങ്കിലും നമുക്ക് 5 കപ്പിന്റെ കഥ പറയാമല്ലോ. അവർക്ക് 4 ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്ത് പറയും? നീ യൂറോ കപ്പാണ് വേൾഡ് കപ്പിനെക്കാളും വലുതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് അങ്ങ് പോടാ. എടാ നീ ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ. ഒരു വേൾഡ് കപ്പിൽ നിന്നുള്ള കുറവല്ലേ നിന്റെ അണ്ണനുള്ളൂ. ബാക്കിയെല്ലാം നേടുത്തുന്നില്ലേ. ഒരു CR7 ഫാൻ ഒരിക്കലും നീ ഒളിച്ചോടരുതാ. ഒളിച്ചോടരുത്. എന്നാ ബാക്കി ഫൈനലിൽ കാണാം. വാ നമുക്ക് അഴുക്ക് അര പറഞ്ഞതിന് മുമ്പ് കിടന്നങ്ങ് ഉറങ്ങാം. ഏയ് നീ ഉറങ്ങിയ ഉറക്കം വരണില്ല. ഇവൻ എന്തൊരു ഉറക്കോടാ. എടാ ഇവന്റെ ഫേവറേറ്റ് പ്ലെയർ മെസ്സി ആയതുകൊണ്ട് ഫസ്റ്റ് ടീം അർജന്റീന, ഫേവറേറ്റ് ക്ലബ്ബ് ബാഴ്സലോണ ആയതുകൊണ്ട് സെക്കൻഡ് ടീം സ്പെയിൻ. ഇതിപ്പോൾ ഫൈനലി അവന് ഇഷ്ടമുള്ള 2 ടീം. പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കൂടെ. ഇവന്റെ ടൈം ബെസ്റ്റ് ടൈം. എങ്ങാനും സ്പെയിൻ ജയിച്ച ഇവൻ പറയും ഫിഫയ്ക്ക് ഇതിൽ റോളൊന്നുമില്ല, വേൾഡ് കപ്പ് റിഗ്ഡ് അല്ല. ഇനി എങ്ങാനും അർജന്റീന ജയിച്ചാലോ 2 കപ്പ് അടുപ്പിച്ചടിച്ചതിൻ്റെ ഗുണം നമ്മൾ കേൾക്കണം. നാളെ രാത്രി ആവണ്ടായിരുന്നു. നീ ഏതായാലും നാളെ വഞ്ചനാടിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്. നാട്ടിൽ പോണില്ല എന്ന് പറഞ്ഞിട്ട് 70 മിനിറ്റായിട്ടും അർജന്റീന 1 ഗോളിന് പിന്നിലാണെങ്കിൽ ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്ത് മുങ്ങിക്കളയാം. ഗുഡ് ഐഡിയ. അപ്പം നാളെ ചത്താ പച്ച. വാമോസ് അർജന്റീന. ഇവൻ ഉറങ്ങിയില്ലേ? എൻ്റെ പൊന്ന് ചങ്ങായിമാർ, നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഫുട്ബോൾ നാളെ കഴിയും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലാണോ? എടാ നിൻ്റെ ഈ വലിയ മനസ്സുണ്ടല്ലോ, നാളെ ഞങ്ങൾ എന്തായാലും നിൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അത് വേണ്ട. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇനി എൻ്റെ അർജന്റീന തോക്കാൻ. അതെന്തായാലും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്റെ ടീമിനെ ആരുടെ സപ്പോർട്ട് ചെയ്യണം? എസ്പാനോ, കുക്കറേല.